വളരെ പോപ്പുലറായിട്ടുള്ള ഒരു അറബിക് റൈസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സെർവ് ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തത കൊണ്ടും ആരെയും ആകർഷിക്കുന്ന രുചിയും കൊണ്ടും കാണാനുള്ള ഈ ഭംഗി കൊണ്ടുമാണ് ഈ മക്ലൂബ റൈസ് ഇത്രയും ഫേമസ് ആയത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മക്ലൂബ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 കപ്പ് ബസ്മതി റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. സെല്ല റൈസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി 1.5 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നമുക്ക് ഇനി ഒരു സ്റ്റെയിനറിലേക്ക് വാരാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാൻ 1.400, അതായത് 1 കിലോനും 400 ഗ്രാമും തൂക്കമുള്ള ചിക്കന് ഒരു 14 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊന്ന് വരാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 25 ഗ്രാം ആൽമണ്ട്സ്, അതായത് ബദാം, ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കുതിർന്നിട്ടുണ്ട്, 1 മണിക്കൂറായി. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 9 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 കപ്പ് അരിയിലേക്ക് 9 കപ്പ് വെള്ളം. ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് നമുക്കൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരടുപ്പത്ത് ആദ്യം ഇത് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 വഴുതനങ്ങ, 2 സവാള വട്ടത്തിൽ കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റോ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 സവാള ഇതുപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈഡ് ലെമന്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, കുറച്ച് കുരുമുളക്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 3 ചെറുനാരങ്ങയുടെ നീരും. പിന്നെ അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത സവാള ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് ചെയ്തിട്ട് ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് അത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും തയ്യാറാക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലെമൺ മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല. ഉണങ്ങിയ നാരങ്ങ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂക്കുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൊത്തത്തിലുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അളന്ന് വെച്ചതായിരുന്നു. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നല്ല തിളക്കുന്ന വെള്ളത്തിൽ 2 തക്കാളി ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ആ പേസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ പേസ്റ്റിനെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അരച്ച് കൊടുത്ത തക്കാളിയുടെ പേസ്റ്റ് മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇതായതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ചേർത്തത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മന്തി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അറബിക് സ്പൈസസ് എന്ത് ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. കപ്സ മസാലയോ മജ്ബൂസ് മസാലയോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കണം, 1 ടീസ്പൂണ്. ഓവറായിട്ട് പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസിലേക്ക്. ഇനി നമ്മുടെ ചിക്കൻ്റെ മാഗി ക്യൂബ്, 1 ക്യൂബ് ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നം വരില്ല. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ടെടുത്തതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടിയ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ വലിയ പീസസായിട്ട് കട്ട് ചെയ്യുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഈ ഒരു വലിപ്പമുള്ള പീസസായിട്ട് കട്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് കഴിക്കുന്ന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. വലിയ പീസാകുമ്പോൾ ഇളക്കാനും അതിലേക്ക് മസാല പിടിക്കാനും
ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നല്ലപോലെ പിടിച്ചതുപോലെ അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്. ഈ മസാലയിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് ഹാഫ് വേവണം, അതായത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവണം. അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ അടുപ്പത്ത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി വേറൊരു അടുപ്പത്ത് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ പാനിലേക്ക് ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ റൈസ് നല്ലൊരു ടേസ്റ്റ്. അതിൻ്റെ ഒലിവ് ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. സൺഫ്ലവർ ഓയിൽ തയ്യാറാക്കുന്നതിലേറെ, കാരണം അതൊരു അറബിക് റൈസ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതുവരേക്കും കഴിക്കാത്തൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റൈസിന്. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടാറ്റോയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഇതൊരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ഞാൻ ആദ്യം തന്നെ അത് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത് സിമ്മിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ ഈ സമയമായപ്പോഴാണ് പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാൻ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം. ഒരു 10 മിനിറ്റും കൂടി ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം ഒന്ന് സിമ്മിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഈ സമയത്ത് നമ്മുടെ പൊട്ടാറ്റോ പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒക്കെ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വഴുതനങ്ങയാണ് ഞാൻ, മീഡിയം സൈസ് വഴുതനങ്ങ 2 അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് ആക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റായി. ഇനി ഞാൻ ഇതിൽ നിന്ന് ചിക്കൻ പീസസ് എടുത്ത് മാറ്റുകയാണ്. നമുക്ക് ഈ വെള്ളത്തിലാണ് റൈസ് വേവിക്കാനുള്ളത്. ഈ ചിക്കൻ പീസസ് എടുത്ത് മാറ്റിയതിന് ശേഷം ചിക്കൻ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മസാല തേക്കടിച്ച് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വെക്കണം, തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളക് മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിക്കാം. ഒരു 3 ചെറുനാരങ്ങയുടെ നീരായിരുന്നു, ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിനൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അരി ഞാൻ 1.5 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം വാരാനായിട്ട് വെച്ചതായിരുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ആദ്യമായിട്ട് ഈ അരി രാവിലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1.5 മണിക്കൂർ മുമ്പായിട്ട് അരി വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിയാക്കിയാൽ മതി. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലൊക്കെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുള്ളത് പാകത്തിനാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. നല്ല തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് 20 മിനിറ്റ് ദമ്മിടണം. അപ്പോൾ ഞാൻ സിമ്മിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് മസാല തേക്കാൻ വേണ്ടി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ മന്തി മസാല, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി നമ്മൾ ബാക്കി വെച്ച ഉള്ള ലൈം ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പും കുറച്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ ചിക്കൻ ഒന്ന് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെയാണ് വേണ്ടത്. ചിക്കൻ പീസസിൽ നല്ലപോലെ തേച്ച് പിടിക്കാനുള്ള ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ മസാലകൾ ഇതിൽ നമുക്ക് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ പീസസും ഇതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ക്യാപ്സിക്കം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ അരിയിലുള്ള വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു ദോശപ്പാൻ്റെ മുകളിലായിട്ട് ഈ പാന് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം റെഡിയായി. ഇനി നമുക്കിതുപോലെ തന്നെ സവാള
ഒന്ന് ഈ സവാള വട്ടത്തിലരിഞ്ഞ സവാള ഷാലോ ഫ്രൈയും നമ്മൾ നീളത്തിലരിഞ്ഞ നല്ലപോലെ ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊന്ന് ചെയ്തെടുക്കാം ഈ ദം ചെയ്യുന്ന സമയം കൊണ്ട്. ചിക്കൻ പീസസൊക്കെ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ആ സമയത്ത് ഞാൻ ബദാമത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് തന്നെ ഈ ബദാമും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ നീളത്തിലരിഞ്ഞ സവാള ഞാൻ ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ പീസസ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കണം. വേവാനൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലുള്ള ഒരു പാൻ എടുക്കുക. പാകത്തിന് നമ്മൾ ഏത് സാധനത്തിലേക്കാണോ നമ്മളിത് സെർവ് ചെയ്യുന്നത് അതിൽ കൊള്ളുന്ന ഒരു പാൻ എടുക്കുക. അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് പകുതി ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കി പകുതി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 സാനിൽ സെർവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഒരു സാനിൽ സെർവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ പാതി വെജിറ്റബിൾസ് വെക്കുക. അതിന് മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. 20 മിനിറ്റ് ദമ്മ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് റൈസ് ഇട്ട് കൊടുക്കുക. ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് നല്ലപോലെ ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആ ദോശപ്പാനിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിലാണ്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാകം ചൂട് നമ്മൾ തൊടാനുള്ള ചൂടിൻ്റെ സമയമാകുമ്പോൾ ഞാൻ ഒരു സാധനത്തിലേക്ക് ഇതൊന്ന് കൊട്ടുന്നുണ്ട്. പാകം ചൂടേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ സാധനം അടിയിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ കൊട്ടിയെടുക്കുക. ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് സെർവ് ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. മന്തിയും കപ്സയൊക്കെ അവിടെ കിടക്കുകയുള്ളൂ. നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് നമ്മളെ റൈസ് സാധാരണ നമ്മൾ കേരളീയർക്ക് ഇഷ്ടപ്പെട്ട റൈസാണ്. സാധാരണ അറബിക് റൈസ് കേരളക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ ആ രീതിയിലാണല്ലോ തയ്യാറാക്കുന്ന ആ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ അതിലുള്ള ചേരുവകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് നമുക്ക് ഇഷ്ടാവില്ലേ എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു അടിപൊളി റൈസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.